ഓം ശാന്തി. ഞാൻ എൻ്റെ ബുദ്ധിയെ 4 ഭാഗത്തു നിന്നും വേർപെടുത്തി സ്വയം തന്നിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഇതാണ് എൻ്റെ വാസ്തവിക സ്വരൂപം. ആത്മിക സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ ഞാൻ ആത്മാ ശരീരത്തിൽ നിന്നും ഡീറ്റാച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ ശരീരം തീർത്തും ശാന്തമാണ്, ശിഥിലമാണ്. സർവകർമ്മേന്ദ്രിയങ്ങളും പൂർണ്ണമായും ശീതളമാണ്. അല്പം പോലും സൂക്ഷ്മമായ കോളിളക്കവുമില്ല. ഞാൻ ആത്മാ പ്രകൃതിയാലുണ്ടാക്കിയ ശരീരത്തിൽ നിന്നും ഭിന്നമായ അനുഭവം ചെയ്യുന്നു. ഞാൻ ചേതനാത്മാ വേറിട്ടിരിക്കുന്നു. ഈ ശരീരത്തിൽ നിന്നും തീർത്തും വേറിട്ട അനുഭവം ചെയ്യുന്നു. ശരീരമാകുന്ന വസ്ത്രത്തിൽ നിന്നും ഞാൻ വേറെയാണ്. ഇപ്പോൾ ഒരു ദേഹിക ധർമ്മമില്ല, സംബന്ധമില്ല. ബുദ്ധിബലത്തിലൂടെ ശരീരത്തിൽ നിന്നും ഭിന്നമായി പഴയ ലോകം, പഴയ വസ്ത്രം ഒന്നും ഓർമ്മയിലില്ല. സർവവും മറന്നു പോകുകയാണ്. ശരീരത്തിൻ്റെ ബന്ധനമില്ല, കർമ്മത്തിൻ്റെയും ബന്ധനമില്ല, വ്യക്തി വൈഭവത്തിൻ്റെയും ബന്ധനമില്ല, സ്വഭാവ സംസ്കാരങ്ങളുടെയും ബന്ധനമില്ല. ഞാൻ സർവ്വതിൽ നിന്നും വേറിട്ട് പരമാത്മസ്നേഹിയായിരിക്കുന്നു. സർവ്വതും മറന്ന് കേവലം ഒരു വിദേഹി ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഒരു ബാബയോട് സുഖദായി സംബന്ധത്തിലിരിക്കുന്നു. ശരീരത്തിൽ നിന്നും വേറിട്ട് ഞാൻ വിദേഹി ആത്മാ, വിദേഹി ശിവബാബ ഒരു ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൻ്റെ മടിയിൽ സമാവേശമാക്കുന്നു. ശരീരത്തിൽ നിന്നും ന്യാര ആയി പരമാത്മാ പ്യാര ആയി പരമാത്മാവിൻ്റെ മടിയിൽ സമാവേശമാക്കുന്നു. ബാബ എന്നെ സർവ ആത്മാക്കളെയും കർമ്മബന്ധനത്തിൽ നിന്നു രക്ഷിക്കുന്ന രക്ഷാസൈന്യത്തിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒട്ടും കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങരുത്. ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ശരീരത്തിൽ നിന്ന്
വേറിടാനുള്ള അഭ്യാസം ചെയ്യുന്നു. അതിലൂടെ ആത്മാവിൽ ശക്തി നിറയുന്നു, ബലം നിറയുന്നു. ഞാൻ ഗുപ്ത സൈന്യത്തിലാണ്. എനിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. അറ്റൻഷൻ പ്ലീസ്. ഒരു ബാബയെ ഓർമ്മിക്കൂ, അശരീരിയാകൂ. ബാബയുടെ ഓർമ്മ കൂടാതെ വികർമാജീതാകാനോ സതോപ്രധാനമായി പവിത്രമായി മാറാനോ സാധിക്കില്ല. അതിനാൽ ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നു. ഇതാണ് ഗുപ്തമെന്ന് പറയുന്നത്. ഞാൻ ഒരു കണ്ണിലൂടെ ശാന്തിധാമവും മറുകണ്ണിലൂടെ സുഖധാമവും കാണുന്നു. ഞാൻ ലൈറ്റ് ഹൗസ് ആയിരിക്കുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പ്രകാശമായിരിക്കുന്നു. എല്ലാവർക്കും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഈ സമയത്ത് 5 വികാരങ്ങളുടെ ചങ്ങലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഞാൻ ഓർമ്മയുടെ യാത്രയിലൂടെ അക്കരെ എത്താനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ആത്മീയ സൈനികനാണെന്ന് മനസ്സിലാക്കുന്നു. ജ്ഞാനസഹിതം ഓർമ്മയിലിരിക്കുന്നതിലൂടെ പാപം ഭസ്മമാകുന്നു. ബാബ എന്നെ ആസുരീയ ലോകത്തിൽ നിന്നും അക്കരെ എത്തിക്കുകയാണ്. ബാബ പ്രാണീശ്വരനാണ്. ജീവദാനം നൽകുന്നത് ബാബയാണ്. അനേക കാര്യങ്ങൾ ബാബ മനസ്സിലാക്കി തരുന്നു. പിന്നീട് പറയുന്നു, മന്മനാഭവ. ഞാൻ അറ്റൻഷൻ വെക്കുന്നു. എൻ്റെ ബുദ്ധി സദാ ബാബയിലായിരിക്കണം. ഏതുവരെ ജീവിച്ചിരിക്കുന്നുവോ അതുവരെ ബാബയെ ഓർമ്മിക്കണം. രചയിതാവിനെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ സുദർശന ചക്രത്തെ ഞാൻ കറക്കുന്നു. ഞാൻ ലൈറ്റ് ഹൗസ് ആകുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്വയം ഞാൻ ലൈറ്റ് ഹൗസ് ആണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും തോണി അക്കരെ എത്തിക്കുക എന്നതാണ് വാസ്തവത്തിൽ സത്യമായ സേവ. ഞാൻ മനുഷ്യരുടെ സേവനം എങ്ങനെ ചെയ്യാമെന്ന് ബുദ്ധിയിൽ ഓർമ്മിക്കുന്നു. ബാബ നിരാകാരനാണ്, സത്യമാണ്. എല്ലാവരുടെയും ബാബയാണ്. എല്ലാ ആത്മാക്കളും അശരീരിയാണ്. എനിക്ക്
ബാബയാണ് വളരെ പ്രിയപ്പെട്ടത്. ഞാനിപ്പോൾ ഈശ്വരീയ ലോകത്തിലാണ് ഇരിക്കുന്നത്. മറ്റുള്ളവർ ആസുരീയ ലോകത്തിലും. ബാബ എൻ്റെ സേവനത്തിനായി വീടുപേക്ഷിച്ചു വന്നിരിക്കുകയാണ്. ഭാരതം സുഖധാമമായി കഴിഞ്ഞാൽ പിന്നെ വരില്ല. ഞാൻ ലൈറ്റ് ഹൗസായി മാറി എല്ലാവർക്കും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരുടെയും തോണിയെയും ദുഃഖധാമത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന സേവനം ചെയ്യുന്നു. സ്വമംഗളവും ചെയ്യുന്നു. ശാന്തസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ശരീരത്തിൽ നിന്നും വേറിടുന്നതിനുള്ള അഭ്യാസം ചെയ്യുന്നു. ഓർമ്മിക്കുമ്പോൾ കണ്ണുകൾ തുറന്നിരിക്കണം. ബുദ്ധിയിലൂടെ രചയിതാവിനെയും രചനയെയും സ്മരിക്കുന്നു. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപവും ശക്തി സ്വരൂപവുമാക്കി മാറ്റുന്ന സമ്പൂർണ്ണ പവിത്രരായി ഭവിക്കട്ടെ. ബ്രഹ്മചര്യാവ്രതത്തിൻ്റെ കൂടെ ദൃഷ്ടി, മനോഭാവം എന്നിവയുടെയും പവിത്രതയുണ്ടാകണം. സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപവുമാക്കണം. സങ്കല്പങ്ങളാകുന്ന ദുർബലതയെ സമാപ്തമാക്കിയാൽ മാത്രമേ സമ്പൂർണ്ണ പവിത്ര ആത്മാവാണെന്ന് പറയാനാവുകയുള്ളൂ. ദൃഷ്ടിയിൽ എല്ലാവർക്കും വേണ്ടി ശുഭഭാവനയും കരുണയുമുണ്ടെങ്കിൽ അഭിമാനമോ അപമാനമോ അല്പം പോലും തോന്നുകയില്ല. ഓം ശാന്തി.